ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളും അങ്ങനെ പോകുന്നുണ്ട്. ഞാനിപ്പോൾ സുഖമായി വന്നേട്ടാ. അപ്പോൾ 3-4 ദിവസമായല്ലേ നമ്മൾ കണ്ടിട്ട്, 3-5 ദിവസമായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഒരുപാട് മെസ്സേജസ് ഇൻസ്റ്റയിൽ കുറേ മെസ്സേജ് കണ്ടിട്ടുണ്ട്. ഒന്നിനും റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ല കേട്ടോ, വയ്യാനിട്ടാണ്. അപ്പോൾ സുഖമായിട്ടാണ് ഇത്രയും ദിവസം. നല്ല തൊണ്ടവേദനയും ചെറിയ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് മൊത്തത്തെ സൈഡായിപ്പോയി കേട്ടോ. അപ്പോൾ മെയിനായിട്ട് വന്നത് ത്രോട്ട് പെയിൻ തന്നെയാണ്. ഇവിടെ നല്ല ക്ലൈമറ്റൊക്കെ മാറിയല്ലോ ഇപ്പോൾ. അപ്പോൾ തലേ ദിവസം ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടേനു, അങ്ങനെ സൈഡായി പണി കിട്ടിയിട്ട്. അപ്പോൾ ക്ലൈമറ്റ് മാറിയ സമയത്ത് നമ്മൾ എന്താ പറയുക, ഫുള്ളായിട്ട് ചൂടുള്ള സമയത്ത് ഐസ്ക്രീം കഴിച്ചോണ്ടെന്നാണ് പറഞ്ഞ ഡോക്ടറും. അപ്പോൾ പോയി ഇഞ്ചക്ഷൻ അടിച്ചു. ഇപ്പോൾ ഓക്കെ ആയി, നല്ലപോലെ തൊണ്ട പഴുത്ത് മൊത്തത്തിൽ പണിയായി എന്ന് പറയാം. അപ്പോൾ ആ സമയത്ത് നല്ല പനിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് 3-4 ദിവസം ബെഡിൽ തന്നെ ആയിപ്പോയി കേട്ടോ. ഇപ്പം എല്ലാം നോർമലായി, ഓക്കെ ആയി. ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ വേറെ എന്തെല്ലാം ഒരുപാട് മെസ്സേജസ് ഉണ്ടായിരുന്നു കേട്ടോ ഇൻസ്റ്റയിൽ. അപ്പോൾ എല്ലാം ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് ഒന്ന് ഓക്കെ ആയി വരുമ്പോൾ വായിക്കുന്നുണ്ട്, പക്ഷെ ഒന്നിനും റിപ്ലൈ ഒന്നും തരാൻ പറ്റിയില്ല. മൊത്തത്തെ സൈഡായിട്ടല്ലേ ഉള്ളത്, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ കമൻറ്റിനും ഒന്നും റിപ്ലൈ ഒന്നും തരാൻ പറ്റാണ്ടായിപ്പോയി. 3-4 ദിവസം ശരിക്കും സൈഡായി എന്ന് തന്നെ പറയാം. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സോയ 65 ആണ് കേട്ടോ. അപ്പോൾ ചിക്കൻ 65 എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. അപ്പോൾ സോയ കഴിക്കാതെ ഒട്ടുമിക്ക ആളുകളും ഉണ്ടാവും. പക്ഷേ ഈ ഒരു രീതിക്കൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ട് മാറും കേട്ടോ. സിമ്പിളാണ്, കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. എല്ലാവരുടെ അടുക്കളയിലുള്ള ഐറ്റംസേ വേണ്ടുള്ളൂ. സ്റ്റാർട്ടറായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ സൈഡ് ഡിഷായിട്ട് കഴിക്കാം. ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഈവനിങ് ചായയുടെ കൂടെ സ്നാക്കായിട്ടും കഴിക്കാം കേട്ടോ. ഇത് അത്രയ്ക്ക് ടേസ്റ്റാണ്, പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ഇനിയും ഇപ്പോൾ ഇത്രയും ദിവസം വീഡിയോസ് ഇട്ടിട്ടാന്ന് എഴുതിയിട്ട് നിങ്ങളുടെ സപ്പോർട്ടൊന്നും കുറയരുത്. അപ്പോൾ പെട്ടെന്ന് തന്നെ പോയിട്ട് ലൈക്ക് ചെയ്യും, എന്നിട്ട് വീഡിയോ മൊത്തത്തിൽ കണ്ടിട്ട് നിങ്ങൾ ഫുൾ സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സോയ ചങ്ക്സ് ഒന്ന് കുതിർന്ന് ഒന്ന് വീർത്ത് വരണമല്ലോ, അതിന് വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാനിവിടെ 2 കപ്പ് അളവിൽ, എൻ്റെത് ഇപ്പോൾ 250 ml 2 കപ്പ് നിറയാണ് എടുത്തിട്ടുള്ളത്. സോയ ചങ്ക്സ് ഏത് സൈസിലുള്ളതും എടുക്കുക കേട്ടോ. ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് കുതിരാൻ വേണ്ടി ഒരു 5-10 മിനിറ്റ്, 5 മിനിറ്റേ വേണ്ടുള്ളൂ. ഇതുപോലെ ഒഴിച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ 5 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് തന്നെ, ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രമാത്രം വീർത്ത് വരും ഇത്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം എടുക്കുക കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഏതാണ്ട് ഒരു 5-10 മിനിറ്റൊക്കെ ആയതിന് ശേഷമാണ് ഞാൻ എടുക്കുന്നത്. ഇനി നമുക്ക് ഈ വെള്ളം ഡയറക്റ്റ് ഒഴിച്ച് കളയുക, എന്നിട്ട് ഇതിലേക്ക് മൊത്തത്തിൽ പച്ചവെള്ളം ഒഴിച്ചിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ പച്ചവെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നല്ലപോലെ പിഴിഞ്ഞെടുക്കണം. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സ്പോഞ്ചി ആയിട്ടല്ലേ ഇരിക്കുന്നത്, എല്ലാം ഒന്ന് വെള്ളം കുടിച്ച് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ കുറച്ചായിട്ട് എടുത്തിട്ട് നല്ലപോലെ പിഴിയുക കേട്ടോ. എത്രത്തോളം ഇതിൽ വെള്ളം കുടിച്ചിട്ടുണ്ടോ അത് മൊത്തത്തിൽ പിഴിഞ്ഞെടുത്തതിന് ശേഷം വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ മൊത്തത്തിൽ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില സോയ ചങ്ക്സ് ചിലത് ഓവർ വലുപ്പം ഉണ്ടാവും. നല്ല വലുപ്പമാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ പിഴിഞ്ഞെടുത്തതിന് ശേഷം 2 ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എൻ്റെതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നില്ല, അങ്ങനെ ഓവർ വലുപ്പമൊന്നുമില്ല, പാകത്തിനേ ഉള്ളൂ. അപ്പോൾ ഓവർ വലുപ്പം ഉള്ളത് അങ്ങനെ കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ മസാല അങ്ങനെ പിടിച്ചിട്ടില്ല, ഉള്ളിലോളം ടേസ്റ്റ് വരില്ല. അതുകൊണ്ട് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചില സോയ ചങ്ക്സിൻ്റെ ഒരുമാതിരി ഒരു സ്മെല്ലുണ്ടാവുമല്ലോ ഇതിന്. അപ്പോൾ അത് മാറുന്നവരെ കഴുകിയെടുക്കുക കേട്ടോ. 2-3 വെള്ളത്തിലാക്കിയിട്ട് ഇതുപോലെ പിഴിഞ്ഞിട്ട് വീണ്ടും വെള്ളം മാറ്റുക, അതുപോലെ വീണ്ടും പിഴിഞ്ഞെടുക്കുക. അങ്ങനെ ചെയ്യുക കേട്ടോ. എത്രത്തോളം വേണോ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഞാൻ എന്തായാലും 2 തവണ ഒന്ന് ഇതുപോലെ ചെയ്തെടുക്കട്ടെ, എന്നിട്ട് മൊത്തത്തിലായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ സോയ ചങ്ക്സൊക്കെ ഞാൻ അവിടെ പിഴിഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ളൊരു മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ബൗളിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം ഫെന്നൽ സീഡ്സിൻ്റെ പൗഡറും അതുപോലെ തന്നെ ക്യുമിൻ പൗഡറും ഒരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി, നല്ലൊരു കളറൊക്കെ കിട്ടുമല്ലോ, അങ്ങനെ ചേർത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ചിക്കൻ മസാല പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അതിന് പകരം ബീഫ് മസാലയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി 2ൻ്റെയും പേസ്റ്റ് ഒന്നിച്ചിട്ടുള്ളതാണ് 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുള്ളത്. പിന്നെ ലാസ്റ്റ് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ വരെ, അത് പുളി നോക്കിയിട്ട് ചേർക്കട്ടെ, തൈര് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണിൻ്റെ അടുത്തായിട്ട് ചേർത്തിട്ടുണ്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കുന്നുണ്ട്. നമ്മുടെ പത്തിരിപ്പൊടിയൊക്കെ ഇല്ല, അത് ഏതാ പൊടിയുള്ളത്, അരിപ്പൊടി ഏതായാലും കുഴപ്പമില്ല, 2 ടേബിൾ സ്പൂൺ ചേർക്കുക. പിന്നെ ലാസ്റ്റ് ഇതുപോലെ കോൺഫ്ലോർ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഒട്ടും തന്നെ നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഉണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ ചേർത്തതിന് അത്രയും നല്ല ഒരു എക്സ്ട്രാ ക്രിസ്പിനെസ്സും കാര്യങ്ങളൊക്കെ കിട്ടും, ഉണ്ടെങ്കിൽ ചേർക്കുക.
അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് പൊടിയായിട്ട് കട്ട് ചെയ്ത കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇത്ര ആയിക്കഴിഞ്ഞാൽ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക. ഇടയ്ക്ക് കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂണൊക്കെ വെള്ളം വേണ്ടുള്ളൂ. ഓവർ അങ്ങ് ഒഴിച്ചിട്ട് നമ്മൾ ലൂസാക്കിയിട്ട് വിടരുത്. അത്യാവശ്യം ടൈറ്റോട് കൂടിയിട്ട് തന്നെ ബാറ്റർ റെഡിയാക്കി എടുക്കുക. നമുക്കിതിൽ നന്നായിട്ട് കോട്ടിംഗ് ആയി കിട്ടണമല്ലോ സോയ ചങ്ക്സിലേക്ക്. അപ്പോൾ ഇതുപോലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു രീതിക്കുള്ള നല്ലൊരു ഓവർ ടൈറ്റും ഓവർ ലൂസും ഇല്ലാതെ ബാറ്ററാക്കിയിട്ട് മാറ്റിയെടുക്കുക. ബാറ്റർ റെഡിയായതിനു ശേഷം നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് മൊത്തത്തിൽ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കുക. കാരണം സോയ ചങ്ക്സ് ആയതുകൊണ്ട് തന്നെ മസാല പിടിച്ചിട്ടും കുറച്ച് ടൈം കിട്ടും. അതുപോലെ തന്നെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ അടച്ച് വെച്ചിട്ട് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചുരുങ്ങിയത് എന്തായാലും ഒരു 1/2-3 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക കേട്ടോ. അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും. കാരണം സോയ ആണല്ലോ കുറച്ച് ഈ ഒരു മസാലയൊക്കെ വലിച്ചെടുക്കാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ട് മസാലയൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഞാൻ ഇതുപോലെ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും 1 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എത്രത്തോളം ടൈം ഉണ്ടോ അതുപോലെ വെച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ റെസ്റ്റിംഗ് ടൈമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മുടെ സോയ ചങ്ക്സ് ഫ്രൈ ആക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയല്ലേ, ഡീറ്റെയിൽ ആയിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ മതി, ഫ്ലെയിം ഓവർ കുറച്ച് വെക്കണ്ട കേട്ടോ. ഒരു മീഡിയത്തിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുത്താലും മതി. പുറമേ നല്ല ക്രിസ്പി ആകുന്ന സമയത്ത് എണ്ണയിൽ കോരിയെടുക്കുക. പെട്ടെന്ന് തന്നെ ഫ്രൈ ആവും, ഒരുപാട് ടൈമൊന്നും വേണ്ട. ഏതാണ്ട് ഒരു 6-7 മിനിറ്റ് അങ്ങനെ വേണ്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഫ്രൈ ആവുന്ന സമയത്ത് ഏതാണ്ട് ലാസ്റ്റ് സ്റ്റേജ് നമ്മൾ ഫ്രൈ ആയിട്ട് എണ്ണയിൽ നിന്ന് കോരി എടുക്കുന്ന ടൈം ആകുമ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും കേട്ടോ. അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ കറിവേപ്പില നമ്മൾ ഇതിലിടും കേട്ടോ സോയ 65. എന്നാലാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ഫ്രൈ ആക്കിയതിന് ശേഷം എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ, ഫ്രൈ ആകുമ്പം തന്നെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയി തുടങ്ങുന്ന സമയത്ത് തന്നെ ഇതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് കോരി എടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതുപോലെ ബാക്കിയുള്ളത് മൊത്തത്തിലൊന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ. അങ്ങനെ ഇതുപോലെ ഞാൻ മൊത്തത്തിൽ ഫ്രൈ ആക്കി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ ട്രിപ്പ് ഫ്രൈ ചെയ്ത് കഴിയുന്ന സമയത്ത് നമ്മൾ കറിവേപ്പില ഇട്ട് കോരി എടുക്കണേ, അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ സോയ 65 നമ്മുടെ റെഡി ആയി കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് ചൂടോടെ കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേണ്ടിക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം. പക്ഷേ ഞാനൊരു വേറെ രീതിയിൽ ചെറിയ രീതിക്കൊന്ന് സോസിലും കൂടി മിക്സ് ആക്കിയിട്ടും കൂടി കാണിച്ചു തരാം. അപ്പോൾ ഞാനിതാ ഒരു പാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ സോയ ഫ്രൈ ചെയ്തില്ലേ ആ എണ്ണ തന്നെ മതി കേട്ടോ. കാരണം ചൂടോടെ തന്നെ ചെയ്യുന്നതാണല്ലോ, അതുകൊണ്ട് വേറെ എണ്ണ എടുക്കേണ്ട. ഇതാകുമ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റും കിട്ടും. അപ്പോൾ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം എണ്ണ എടുക്കുക, ഓയിൽ എടുക്കുക. പിന്നെ നമ്മൾ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്തിട്ട് നീളത്ത് കട്ട് ചെയ്തിട്ടൊക്കെ ചേർക്കുക കേട്ടോ. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇതാണ് നല്ലത്, അതാകുമ്പോൾ കടിച്ചു പോകും ഇടയ്ക്ക്. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം എത്രത്തോളം കുറച്ച് വെക്കാൻ പറ്റുമോ അത്രത്തോളം കുറക്കുക കേട്ടോ. കാരണം പൊടികൾ കരിയാൻ പാടില്ല. അല്ലെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് പൊടികൾ ചേർത്താലും മതി. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. നല്ലൊരു ഭംഗിയുള്ള കളർ കിട്ടുമല്ലോ ഇതിന്. അപ്പോൾ ഞാനിതിൽ ഫുഡ് കളർ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ 1-2 ഡ്രോപ്പ് ചേർക്കട്ടെ. പക്ഷേ വീട്ടിൽ ചെയ്യുമ്പോൾ അത് വേണ്ട, അതാണ് നല്ലത്. അപ്പോൾ ഇതുപോലെ കാശ്മീരി ചില്ലി ചേർത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകയിലെ ക്യൂമിൻ സീഡ് പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് ഞാൻ ഇതിലേക്ക് 2 പച്ചമുളകും ഇതുപോലെ നീളത്ത് കട്ട് ചെയ്തിട്ടൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് വഴറ്റിയെടുക്കുക. അങ്ങനെ ഇത്രയായതിനു ശേഷം ലാസ്റ്റ് ഞാൻ 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂൺ ചില്ലി സോസ് ഇല്ലേ അതും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പകരം ചില്ലി ഗാർലിക് സോസ് കിട്ടുവാണെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ അതെല്ലാവരുടെ സ്റ്റോക്ക് എന്തായാലും ഉണ്ടാവാൻ ചാൻസ് കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എരിവ് പച്ചമുളകിൻ്റെ അളവിലൊക്കെ നിങ്ങൾക്ക് വ്യത്യാസം വരുത്താം കേട്ടോ, അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ചേർക്കാം. വെള്ളം ഒട്ടും തന്നെ കൂടരുത് കേട്ടോ, പച്ചവെള്ളം തന്നെയാണ് ചേർത്തിട്ടുള്ളത്. കാരണം നമുക്കിതൊന്ന് സോസായിട്ട് നമുക്ക് ആ ഒരു സോയ ഇതിലിട്ടിട്ട് മിക്സ് ആക്കാനുള്ളതാണ്. അപ്പോൾ ഒന്ന് മിക്സായി കിട്ടാനുള്ള വെള്ളം മാത്രം മതി കേട്ടോ, എല്ലാം കൂടി ജോയിൻ്റ് ആവാനുള്ള. അതുകൊണ്ട് തന്നെ 1/4 കപ്പ് തന്നെ ധാരാളം. ഇത്രയും ചേർത്തിട്ട് ലാസ്റ്റ് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു 1/2 മുറി ചെറിയ ചെറുനാരങ്ങയുടെ 1/2 മുറി ചെറുനാരങ്ങ നീരും ചേർക്കുന്നിട്ട് പുളി നോക്കിയിട്ട് ചേർക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്കിതിലേക്ക് സോയ ഇട്ട് മിക്സ് ചെയ്താൽ മതി. പരിപാടിയൊക്കെ കഴിഞ്ഞ് സിമ്പിളാണേ.
അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അടിക്കൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ. നല്ലപോലെ ഇതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ ഫ്രൈ ആക്കി വെച്ചിട്ട് സോയ മൊത്തത്തിൽ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ സോയ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് സമയം തണുക്കാൻ വേണ്ടി വെക്കണ്ട കേട്ടോ. ചൂടോടെ തന്നെ സോസും റെഡിയാക്കി ചെയ്യുക. അപ്പോഴാണ് കഴിക്കാനൊരു എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ടാവുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സോസ് കണ്ടില്ലേ, കറക്റ്റ് അളവാണ് കേട്ടോ. ഇതുപോലെയേ വേണ്ടുള്ളൂ. ഓവർ അങ്ങനെ ഒലിക്കുന്ന രീതിയിലൊന്നും പാടില്ല. ജസ്റ്റ് ഒന്ന് കോട്ടായി കിട്ടുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സോയ 65 റെഡി ആയിട്ടുണ്ട്. നല്ല കിഡിലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഒന്നിക്ക് നിങ്ങൾക്ക് സ്റ്റാർട്ടറായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ സൈഡ് ഡിഷായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഈവനിങ് ചായയുടെ കൂടെയൊക്കെ ഈ സോസൊന്നും ഇല്ലാതെ തന്നെ ഫ്രൈ ആക്കിയിട്ടൊക്കെ കഴിക്കട്ടെ. ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഹെൽത്തിയും ആണല്ലോ. അങ്ങനെ വേറെ കാര്യങ്ങളൊന്നും നമ്മളിതിൽ ചേർക്കുന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ തന്നെ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാവരുടെയും വീട്ടിലുള്ള ഐറ്റംസ് അല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്